തൊട്ടതെല്ലാം ഗുണ്ടുകളാക്കിയ ഓപ്പൺഹൈമർ. യെസ് ഗൈസ്, വൺ ആൻഡ് ഓൺലി നിതിന്റെ അപരാധമാണ് റോബിൻഹുഡ്. എടുത്തത് 60 കോടി, കിട്ടിയത് 14 കോടി. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. പടം തുടങ്ങുന്നത് തന്നെ ഏതോ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന റോബിൻ തന്റെ പട്ടിണി മാറ്റാനായി കക്കാൻ ഇറങ്ങുന്നത് കാണിച്ചിട്ടാണ്. അതിനുവേണ്ടി എന്തൊക്കെയോ ചെയ്ത് കഴിവേറിയ ഇവൻ വളർന്ന് ഒരു വലിയ റോബിൻഹുഡായി മാറുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ അടുത്ത സീനിലാണ് ഇവനെ പിടിക്കാൻ ഷൈൻ ടോം വരിക. ആള് പക്ഷെ മണ്ടനല്ല, ബുദ്ധിമാനാണ്. ഇവൻ ശരിക്കുമുള്ള റോബിൻഹുഡിനെ കണ്ടുപിടിച്ച സാഹചര്യത്തിൽ റോബിൻഹുഡ് പറയും, ഞാനല്ല യഥാർത്ഥ റോബിൻഹുഡ്, ശരിക്കുമുള്ള റോബിൻഹുഡ് എവിടെയോ ആണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. ഇതെല്ലാം കേട്ട ഷൈൻ ടോം ഇവൻ പറഞ്ഞത് വിശ്വസിക്കും. ഇയാൾ ആരുടെ പോലീസിലെടുത്തത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ നായിക ഇല്ലീഗൽ ബിസിനസ് നടത്താനായി നാട്ടിലേക്ക് വരും. അവളാണ് ശ്രീലീല. പിന്നെ ഇവളുടെ സെക്യൂരിറ്റി ഒരു സെക്യൂരിറ്റി ഏജൻസിക്കാണ് കൊടുക്കുന്നത്. അതിൽ നമ്മുടെ നായകനും വന്നു കയറും. പിന്നെ ഡാൻസ്, പാട്ട്, എക്സെട്ര എക്സെട്ര. തൊട്ടടുത്ത സീനിൽ നായികയുടെ മുത്തശ്ശനെ ഏതോ ഒരുത്തൻ തട്ടിക്കൊണ്ടു പോകും. ഇത് കേട്ടതും നമ്മുടെ നായകൻ അവരെയൊക്കെ അടിച്ച് റൊട്ടിയാക്കി മുത്തശ്ശനെ അങ്ങോട്ട് രക്ഷിക്കും. പിന്നെ ഇയാളെ തട്ടിക്കൊണ്ടുപോയ ആളെ കണ്ടെത്തി നമ്മുടെ നായകൻ അയാളെയും വെറുപ്പിക്കും. He is not a magician, but he is a good technician. నేను ఫ్రీగా హగ్గియ్య, నాకు నా డబ్బులు ఇస్తే అప్పుడు ఇస్తా. അങ്ങനെ ഇയാളുടെ മുകളിലും ഒരാളുണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ നായകൻ അയാളുമായി ഡീലുണ്ടാക്കി ഒരു കഞ്ചാവ് വേട്ട അങ്ങോട്ട് നടത്തും. പിന്നെ ഒരു പാട്ട്. അങ്ങനെ കൊയ്തെടുത്ത കഞ്ചാവ് മുഴുവൻ നമ്മുടെ നായകൻ എവിടെയെങ്കിലും കൊണ്ട് പൂഴ്ത്തി വെക്കും. അങ്ങനെ നമ്മുടെ നായകൻ കഞ്ചാവ് പൂഴ്ത്തി വെച്ച് എന്ന് മനസ്സിലാക്കിയ വില്ലൻ നായകനെ കഞ്ചാവ് മണപ്പിച്ച് കൊല്ലാൻ നോക്കും. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് വരുന്നത്. ഫ്ലാഷ് ബാക്ക് ഇത്രയേ ഉള്ളൂ. സംഗതി നമ്മുടെ ലാലായിരുന്നു ഇവന് പണ്ടുണ്ടായിരുന്ന ഒരു സ്പോൺസർ. അങ്ങനെ ഫ്ലാഷ് ബാക്ക് എല്ലാം കഴിഞ്ഞ് അവിടെ അടിയാണ് നടന്നത് സുഹൃത്തുക്കളെ. അങ്ങനെ ഈ അടിയൊക്കെ പുരോഗമിക്കുമ്പോൾ അടിച്ചാൽ തിരിച്ചടിക്കാൻ കഴിയാത്ത നമ്മുടെ നായകൻ ഒഴിഞ്ഞു മാറി കളിക്കും. മുഖത്ത് മുളക് പൊടി വാരി എറിയുക, വെള്ളം ചീറ്റുക, ഇതൊക്കെയാണ് ഇവന്റെ സ്റ്റൈൽ. ഒരു 5-6 ഏലസും കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്, ഇവനെ ദൃഷ്ടിപ്പെടും. അത്രയ്ക്ക് ബുദ്ധിയാ. ഇതെല്ലാം കഴിഞ്ഞ് ഷൈൻ ടോം വന്ന് വില്ലനാണ് റോബിൻഹുഡ് എന്ന് വിചാരിച്ച് അവനെ പിടിച്ച് ജയിലിലിടും. അപ്പോൾ നമ്മുടെ വില്ലൻ ഈ ജയിലിലേക്ക് പോകുമ്പോൾ അവന്റെയും ബോസ് അവിടെ ഉണ്ടത്രേ. ആരാണാവോ? യെസ്, വൺ ആൻഡ് ഓൺലി ഡേവിഡ് വാർണർ. Lollipops are red, enemies are dead. David's quote and became no one because of one man. Robin Hood! സംഭവം ഇത്രേ ഉള്ളൂ. ഈ വാർണറിനെയും ഏതോ ഒരു റോബിൻഹുഡ് തൂക്കി ജയിലിലിട്ടതാണത്രേ. അങ്ങനെ കുറെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടും പടം തീരാത്തത് കൊണ്ട് ബാക്കി കഥ അടുത്ത പാർട്ടിൽ എന്തായാലും ഉണ്ടാവും. അതിന്റെ പേര് എന്റെ പൊന്നോ വേണ്ട. 2.5 മണിക്കൂർ അവരാധിച്ച് പടം ഇറക്കി വിട്ടിട്ടും ബാക്കി കഥ അടുത്ത പാർട്ടിൽ അവരാധിക്കാമെന്ന് പറഞ്ഞ സംവിധായകനെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ.